അത് കഴിച്ചാണ് ഈ കുളത്തത്തൊക്കെ ആമേനെ കണ്ടിക്കണം നിങ്ങൾ. ആമ അപ്പോൾ ആമ ഇടക്കും തലക്കാണല്ലോ ഇങ്ങനെ മേലേക്ക് വന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് താഴത്തേക്ക് തന്നെ ഇറങ്ങി പോലെ കുളത്തേക്കിൻ്റെ ആ അടിത്തട്ടിലൂടെ ഇങ്ങനെയല്ലോ നടക്കൽ. അത് പറഞ്ഞ പോലെയാണ് എൻ്റെ കാര്യം. ഞാനിതപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും വരുന്നത്. കുളത്തിൽ അങ്ങേ അടിയിൽ അങ്ങനെ ഞാൻ എൻ്റെ ഒരു പരിപാടികളായിട്ട് അങ്ങനെ നീങ്ങും. ഇടക്കും തലക്കുമാണ് വീഡിയോസ് ചെപ്പവും വീഡിയോ ഇടാനായിട്ട് ആണ് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് തോന്നുമ്പോഴാണ് മോട്ടിവേഷൻ കുറച്ച് കൂടുതൽ കേൾക്കുമ്പോഴാണ് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് അങ്ങോട്ട് എത്തിക്കിട്ടണത്. അപ്പോൾ അത് എത്തിക്കിട്ടല്ലെന്നാ ഇപ്പോൾ ചില്ലറ എന്നല്ല. അതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്നത് എന്താണ്? നമുക്ക് ഇതാകണം നമ്മളെ ഈ വരുന്ന ഏർണിങ്സും കാര്യങ്ങളൊക്കെ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കണത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അല്ലെങ്കിൽ വേണ്ട, ഞാനത് പറയണില്ല. പറഞ്ഞാൽ ചിലപ്പോൾ അത് ഫലിച്ചിട്ടില്ലെങ്കിലും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് ഒരു ദിവസം കടന്നു പോണത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുറച്ച് കൂൺ കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ കൂൺ കിട്ടുമ്പം നമ്മൾ ബിന്നീനെ ഓർക്കും കേട്ടോ. ബിന്നിയാണ് എപ്പോഴും വന്നിട്ട് കൂൺ കിട്ടിയോ എന്ന് ചോദിക്കൽ. അത് സംഗതി സത്യമാണ് കേട്ടോ. ഇടക്കും തലക്കും വന്നിട്ട് കൂൺ കിട്ടിയില്ല, ഈ പ്രാവശ്യം കൂൺ കിട്ടിയില്ല എന്ന് ചോദിക്കണം ബിന്നി മാത്രമാണ്. അപ്പോൾ കൂന് ഇതങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചുണ്ടേന്നുള്ളൂ, വാഴയെന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സംഗതിയിലേക്ക് ഇങ്ങോട്ട് കടന്നു വരാം. നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്നത്തെ ദിവസം എങ്ങനെ കടന്നു പോകണത് എന്ന് പറഞ്ഞാൽ ഞാനൊരു രാവിലെ തൊട്ട് ഒരു 10 മണി മുതലും ഒരു വൈകുന്നേരം ഒരു 6 മണി വരെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ വരണമല്ലോ ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ മറന്നു പോകുമല്ലോ. അങ്ങനെ മറക്കാൻ പറ്റൂല. അപ്പോൾ ഞാനത് ഇടക്കും തലക്കും കൊണ്ട് വീഡിയോ ആയിട്ട് വരണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാക്കണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചക്കുണ്ട്, മാങ്ങുണ്ട്, തേങ്ങുണ്ട്. നമ്മൾ നാട്ടുമുറാണല്ലോ, അപ്പോൾ ഇതൊന്നും കിട്ടാൻ വലിയ ക്ഷാമമൊന്നുമില്ല. ഇങ്ങനെ ഇടക്കും തലക്കും കിട്ടണതാണ് നമുക്ക് കൂന് കേട്ടോ. അങ്ങനെ ഇതാക്കണൊരു പാത്രം കൂൺ കിട്ടിയിട്ടില്ല. ഇതാക്കണ കേടൊക്കെ വന്നിക്കണം. എന്നാലും അതിനൊക്കെ നന്നാക്കി പിടിച്ചൊന്ന് കറി വെക്കട്ടെ എന്ന് വിചാരിച്ച് ഇന്നത്തെ കറി വെക്കൽ ഇതൊരു പണ്ടത്തെ സ്റ്റൈലാണ് കേട്ടോ. എൻ്റെ അമ്മായിയമ്മൻ്റെ സ്റ്റൈലാണത്. അപ്പം അങ്ങനെ വെച്ച് ഞാൻ ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒന്ന് വെച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനൊന്ന് കറി വെക്കട്ടെ കേട്ടോ. കറി വെക്കണമെങ്കിൽ ആദ്യം ഇതൊക്കെ പാടെ നന്നാക്കി എടുക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല പുഴു ഉണ്ടായാലുണ്ട് കേട്ടോ. കുറേ മണ്ണിൽ നിന്ന് മുളച്ച് വരുന്നല്ലോ. അപ്പം അതിൻ്റെ തക്ക ജന്തുക്കളും കാര്യങ്ങളൊക്കെ അതിലുണ്ടായാലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൂൺ നന്നാക്കി എടുക്കൽ. അപ്പം കടയിലൊക്കെ ഇതാക്കണേ കൂനൊക്കെ വാങ്ങാൻ കിട്ടൂലേ, മറ്റേ ഒരു കൂണില്ലേ, വേറൊരു കൂന്, ഒരു മോഡൽ കൂന്. അപ്പോൾ അത് ഞാൻ ഇതുവരെ കൂട്ടിയിട്ടൊന്നുമില്ല. ഇതിൻ്റെ അത്ര രസം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എല്ലാവരും നാടനാണല്ലോ, എപ്പോഴും ബെസ്റ്റ് എന്ന് പറയണത് നാടനാണ്. എന്ത് നാടൻ ചക്ക, മാങ്ങ, തേങ്ങ, അതേപോലെ തന്നെ ഇങ്ങനെ കൂനുകളും ഇലക്കറികളൊക്കെ കൂട്ടണമൊക്കെ നാടൻ രീതിയിൽ വെക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ കൂൺ കിട്ടുകയാണെങ്കിൽ, നാടൻ കൂൺ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്കോളൂ കേട്ടോ. അതും എൻ്റെ അമ്മായിയമ്മൻ്റെ സ്റ്റൈലിൽ വെച്ച് നോക്കിക്കൊണ്ട് നല്ല ടേസ്റ്റാണ്. ആ ഒരു കൂനിൻ്റെ ചോയയും മണവും കാര്യങ്ങളൊക്കെ ഇതിലാണ്ട് ഉൾക്കൊള്ളും. അങ്ങനെയാണുള്ളത്. അപ്പം കാന്താരി മസ്റ്റാട്ടോ. കാന്താരി ഇല്ലാത്തവർ ഇതാകണം പച്ചമുളകും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി വേണം, കുറച്ച് പെരുംജീരകം വേണം കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഉള്ളത്, പെരുംജീരകം. അപ്പോൾ പെരുംജീരകം വെളുത്തുള്ളിയും ഈ ഒരു കുഞ്ഞ് ഇതിലിട്ടാണ് ജാറിലിട്ടാണ് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ മിക്സി കേടാണ് കേട്ടോ. ഒന്ന് നന്നാവുമ്പോൾ ഒന്ന് കേടരും, അങ്ങനെയാണുള്ളത്. അപ്പോൾ മിക്സി കേടാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത്. ഈ ഒരു കല്ല് മാത്രമേ ഉള്ളൂ കേട്ടോ. മിക്സിക്ക് എന്തെങ്കിലും തേങ്ങയും കാര്യങ്ങളൊക്കെ അരക്കണമെങ്കിൽ നമ്മൾ അയൽവക്കത്തേക്കൊക്കെ പോകലാണ്. ഏതായാലും ഇപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു ഇതിന് വാങ്ങണം. ഇനിയിപ്പോൾ ഏതായാലും ഓണം വരാനായി. അപ്പം നമുക്ക് വാങ്ങണം കേട്ടോ. വാങ്ങാതെ കഴിയൂലല്ലോ. വിഷു പോലെയല്ല ഓണം പറയുമ്പോൾ ഫുള്ള് തേങ്ങൻ്റെ പരിപാടിയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നിർബന്ധമാണ്, മിക്സി നിർബന്ധമാണ്. ഒന്നുകിൽ നന്നാക്കി കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്താട്ടണം, നമുക്ക് വേറെ ഒന്ന് വാങ്ങണം. അപ്പോൾ ആദ്യം ഞാൻ കൂനൊക്കെ നന്നാക്കി ചെറുതാക്കിയൊക്കെ നുറുക്കി വെച്ചിട്ട് പുഴുവൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഉണ്ടല്ലോ, അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് അത് കുറച്ച് നേരം അതിൽ ഇട്ട് വെക്കും കേട്ടോ. ഒരു 5 മിനിറ്റോളം ഞാൻ അതിൽ ഇട്ട് വെക്കും. നല്ലോണം വിഷാംശം ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ കോളിഫ്ലവറൊക്കെ ഇട്ട് വെക്കൂലേ. അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചിട്ട് പിന്നെ ഒരു ചട്ടി എടുക്കുക. ഒരു ചട്ടിയിൽ ആ ഒരു കൂനപ്പത്ത് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി ആ ചൂടുവെള്ളത്തിലൊക്കെ കടന്ന് അതിൻ്റെ പുഴുക്കളൊക്കെ ചത്ത് പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി അതിൻ്റെ വിഷാംശങ്ങളൊക്കെ പോയിട്ട് വേണം നമുക്ക് കറി വെക്കാനായിട്ട്. പിന്നെ ഒരു ചട്ടി വെക്കുക. ചട്ടി എടുത്തിട്ട് അതിക്ക് ഇതാക്കണേ നമ്മൾ ഈ ഒരു ചതച്ച സാധനങ്ങളും പിന്നെ നമ്മൾ ഈ കൂനും കുറച്ച് പച്ചവെള്ളം ഒഴിച്ചാണ്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. കുറച്ചൊന്ന് വറ്റി കുറുകി ഇങ്ങനെ വരുമ്പം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്. ഞാൻ ഇങ്ങോട്ട് എന്നെ കെട്ടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മളെ തറവാട് ചെല്ലുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കറി ഞാൻ കാണുന്നത് കേട്ടോ. ഞങ്ങളവിടെയൊക്കെ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടിയിട്ടാണ് വെക്കുക. ചെറുള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അങ്ങനെയാണ് വെക്കൽ കേട്ടോ. അപ്പം ഇവിടെ വന്നേരാണ് ഈ ഒരു മഞ്ഞച്ചാറ് കാണൽ തുടങ്ങിയത്. അപ്പോൾ മഞ്ഞച്ചാറ് കൂട്ടുമ്പോഴും ആ ഒരു കൂനിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ.
നല്ലപോലെ കൂനിൻ്റെ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റ് വേറൊരു മണമാണത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് കൂൺ കിട്ടുകയാണെങ്കിൽ ഒന്ന് വെച്ചോക്കാൻ മറക്കണ്ട കേട്ടോ, നല്ല ടേസ്റ്റിലത്. അതും എൻ്റെ അമ്മായിയമ്മ കണ്ടുപിടിച്ചതാണെന്നല്ല, എൻ്റെ അമ്മായിയമ്മേൻ്റെ ആ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതായി അടുപ്പത്ത് നിന്ന് ഇറക്കണതിന് മുന്നേ തന്നെ മൂപ്പര് ഇതുവരെ ഉപ്പ് വെക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇറച്ചിയും മീനൊക്കെ ആകുമ്പോഴാണ് മൂപ്പര് ഉപ്പ് വെക്കാനായിട്ട് വരൽ. പിന്നെ കൂനാകുമ്പോൾ പറയുമൊന്നും വേണ്ട, അതാകണം ഒരു 3-4 നേരം ഉപ്പ് നോക്കാൻ വരും കേട്ടോ. ഉപ്പ് നോക്കണത് എന്തിനാണെന്നറിയല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. പിന്നെ ഞാൻ അടുപ്പത്ത് നിന്ന് ഇറക്കി കുറച്ച് പച്ചവെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടോട് പച്ചവെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് അത് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നല്ലൊരു മണമാണ്. എന്ത് കറിക്കും പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് മണമൊക്കെ ആണല്ലോ അല്ലേ. ഒരു സ്മെല്ലുണ്ടല്ലോ, അത് ഭയങ്കരമാണ് കേട്ടോ. പിന്നെ എല്ലാതും ഷടപടയെന്ന് നിന്നിട്ട് പ്ലേറ്റ് എടുക്കുന്നു, ചോറ് വിളമ്പുന്നു, കൂങ്കറി ഒഴിക്കുന്നു, തിന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരിപാടി ചെയ്യുന്ന അവിടെ. അപ്പോൾ ഇതിൻ്റെ ആവശ്യം തന്നെ ഇല്ലേന്ന് അവിടെ കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുകയാണല്ലോ. അപ്പോൾ ചോറിയിട്ട് 2 പ്ലേറ്റ് ചോറ് നല്ല വിസ്തരിച്ചാണ് ചോറ് തിന്ന് കഴിഞ്ഞേരെയാണ്. ഇപ്പോൾ 2 പഴം കൂടി തിന്നാലാണ് പള്ള ഫില്ലാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ മേലെ വെള്ളം കുടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ലെയറിട്ടാണ് മൂപ്പര് തിന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും തിന്നാൻ കഴിയുന്നിടത്തോളം അങ്ങോട്ട് തിന്നിട്ടല്ലേ, അങ്ങനെയാണല്ലോ വേണ്ടത്. തിന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിന്നണതില്ലേ. രണ്ടും കണക്കൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനൊന്ന് വീഡിയോയിൽ കിട്ടാനായിട്ടോ വീഡിയോയിൽ എന്തെങ്കിലും 2 വാക്ക് വർത്താനം പറയാനായിട്ട് ഞാൻ ഏത് ദൈവത്തിനോടാണോ പ്രാർത്ഥിക്കേണ്ടത്. അത് ചെറുക്കില്ല, വർത്താനം പറയൂല, അങ്ങനെയാണ് പോണത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാനൊരു ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ചീത്ത അറിയാൻ മൂപ്പര് മുന്നിക്കുണ്ട് കേട്ടോ. മൂപ്പര് വീഡിയോയിൽ നിന്നില്ല, വർത്താനം പറഞ്ഞോ, ചിരിച്ചോ കളിച്ചോ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചീത്ത അറിയുന്ന ആൾ മൂപ്പരാണ്. വീഡിയോ ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല, എന്തേ ഇടാത്ത ഇത്രങ്ങാനും ആൾക്കാർ കാണാൻ നിൽക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേഷൻ ചെയ്ത് വീഡിയോ ഇടിപ്പിക്കുന്ന ആളെന്നെ മൂപ്പരാണ്. അപ്പോൾ അങ്ങനെയാണ് ഇല്ലത്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇത്തിരി ചോറ് തിന്നട്ടെ കേട്ടോ. കൂങ്കറി ഞാൻ ഒരു സ്പൂണേ എടുത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇനി 2 ആൾക്കാരും കൂടി ഇത് തിന്നാനുണ്ടേ. 2 ആളല്ല 3 ആളും കൂടി തിന്നാനുണ്ട്. അത് പോരായിട്ട് ഞാനൊരു ഉള്ളിയും തക്കാളിയും വയറ്റിയും കൂടി എടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കൂട്ടി നമ്മൾ ചോറ് തിന്നണമല്ലോ. അങ്ങനെ ചോറിയിട്ടും കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ കണ്ട് എഡിറ്റൊക്കെ ചെയ്ത് നാളേക്കുള്ള വീഡിയോ ഒക്കെ എഡിറ്റൊക്കെ ചെയ്ത് എല്ലാം സെറ്റപ്പാക്കി. പിന്നെ കുറച്ച് നേരം ഫോണിൽ തോണ്ടിയൊക്കെ നിന്ന് കുറച്ച് അടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അടിച്ച് തീർക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതിങ്ങോട്ട് വന്നത് കേട്ടോ. ഇനി പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ചക്ക ഇടാൻ പോകുകയല്ലേ എന്ന് മൂപ്പര് അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിച്ചിട്ട്. പൊതുവേ ചക്ക അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഈച്ച ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരാൻ അയക്കാത്ത ആളാണ്. ഇന്നിപ്പോൾ ചക്ക കൂട്ടാനൊരു പൂതിയെന്നും പറഞ്ഞിട്ട് ചക്ക ഇടാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ കുഞ്ഞാറ്റി ആ ഒരു നേരത്ത് സ്കൂളിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടിയാണ് വന്നത്. അപ്പം വന്ന് നോക്കിയപ്പോൾ ചക്കൻ്റെ ചോട്ടിൽ പ്ലാവിൻ്റെ ചോട്ടിൽ ഇതാക്കണം, ചക്ക തിളക്കം മുളുക്കം പറഞ്ഞിട്ട് ഇതാണ് ചാടി കിടക്കുന്നുണ്ട്. വല്ലാതെ ചാടി കിടക്കലായിപ്പോയി. 2 ചക്കയാണ് അപ്പുറം ഇപ്പുറം ചാടി കിടക്കുന്നത്. അങ്ങനെ അതിനെ നോക്കിയിട്ട് കുറച്ച് നേരം നോക്കി നിന്ന്. ഞാനിൻ്റെ അച്ഛനും ചക്കച്ചോളൻ്റെ വെളുപ്പം എൻ്റെ കയ്യിൻ്റെ ഇത്ര ഉണ്ട്. ചക്കച്ചോളം ഉണ്ട്, എൻ്റെ കയ്യിൻ്റെ ഇത്രയൊക്കെ ഉണ്ട്. നോക്കുക, ചക്കയാണ് അമ്മ അതിലാണ്ട് പോയിക്കണ ചക്ക പെട്ടാൻ. അപ്പം ആ ഒരു തൊടുന്ന് നമുക്ക് ചക്ക കിട്ടിയിട്ടില്ല കേട്ടോ. തളക്കൊമ്പുളുക്കം ചാടിക്ക് അത് കളഞ്ഞല്ലോ. അത് വരിക്കച്ചക്കയല്ലേ എന്നുണ്ടോ, മറ്റേ ചക്കയെന്നുണ്ടോ, തൊണ്ടയിൽ കൊടുക്കേണ്ട ഒരു ചക്ക ഉണ്ടല്ലോ. എന്താപ്പാ ചക്കൻ്റെ പേര്? പഴഞ്ചക്ക. നമ്മൾ ഈ ഒരു നാട്ടിൽ കൂടെ പഴഞ്ചക്ക എന്നാണ് പറയുക കേട്ടോ. ഇങ്ങനെ തൊണ്ടയിൽ വലിഞ്ഞ് നിൽക്കുന്ന ഒരു ചക്കയാണ് പഴഞ്ചക്ക. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, കൂട്ടാൻ വെക്കാനും ഇഷ്ടമല്ല. അതുകൊണ്ട് ആ ഒഴിവാക്കിയാണ്ട് ഇപ്പുറത്തെ തൊടു പോയിട്ടോ. ഈ ഒരു തൊടുകളൊന്നും നമ്മളെ തൊടുവൊന്നും അല്ല, എന്നാലും ചക്ക ഇടുന്നതിന് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ 2 ചക്ക ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് നമുക്ക് തറവാട്ട് അമ്മക്ക് കൊടുത്തയക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്ന്. പിന്നെ ഒന്ന് ഞങ്ങൾ കൊടുത്തു കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന് രാത്രി തന്നെ ചക്ക മുറിക്കൽ കഴിഞ്ഞിട്ട് ഒന്ന് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവും, തറവാട്ടിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഇതാക്കണം, ഞാൻ വേഗം പൊളിച്ചുതരാം, മണി പൊളിച്ചുതരാം, നാളെ നമുക്ക് രാവിലെ തന്നെ കൂട്ടാൻ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരെന്നെ പൊളിക്കലും അത് ഇല്ലെടുത്ത് തരലൊക്കെ പാടായിട്ട്, ചൊള്ളെടുത്ത് തരലൊക്കെ പാടായി. അപ്പോൾ എനിക്കൊരു സമാധാനമാണ് അങ്ങനെ ആക്കി തരുമ്പം. അമ്മ ഇവിടെ നിൽക്കാൻ വരുമ്പം അമ്മ ഇങ്ങനെയാണ് കേട്ടോ പണിയെടുക്കൽ. അപ്പോൾ അതായത് എൻ്റെ അമ്മായിയമ്മക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മൂപ്പത്തി ചക്ക ഇട്ട് കൊണ്ടു കൊടുത്താൽ വെട്ടലും പൊളിക്കലും അത് ചുളടിഞ്ഞ് അരിഞ്ഞ് വരെ തരുള്ളൂ. പാത്രത്തിലാക്കിയാണ് തരും. പിന്നെ വെച്ച് കൊടുക്കേണ്ടത് നമ്മളെ ചുമതലയാണ് കേട്ടോ. അത് ഈസിയുള്ള പരിപാടിയാണല്ലോ. ചക്കമ്മ പണിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര മല്ലിപ്പെട്ടാണ്. ഏതായാലും ഇത്ര തന്നെ ഉള്ളൂ.